2006 തിരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിയെ പിണറായി വിജയൻ തന്നെ നയിച്ചേക്കും. ഇതിനുള്ള അണിയറ നീക്കങ്ങൾ CPMലെ പിണറായി അനുകൂലികൾ തുടങ്ങിയെന്ന് റിപ്പോർട്ട്. CPM കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയിൽ പ്രായപരിധിയിൽ ഇളവ് നേടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. അൻവർ ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നും അതിന് തൻ്റെ ഓഫീസിനെ ഉപയോഗിക്കേണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ധർമ്മടത്ത് തനിക്കെതിരെ മത്സരിക്കാൻ അൻവർ സന്നദ്ധത പ്രകടിപ്പിച്ച കാര്യത്തോടും മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു. ധർമ്മടത്ത് മത്സരിക്കണോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഞാൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അൻവർ അല്ലല്ലോ. ഇതിലൊന്നും എൻ്റെ വ്യക്തിപരമായ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് നിയതമായൊരു നിലപാടുണ്ട്. ഉചിതമായ സമയത്ത് പാർട്ടി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിക്കൊള്ളുമെന്നായിരുന്നു പിണറായിയുടെ പ്രതികരണം. ഇതിലൂടെ പാർട്ടി പറഞ്ഞാൽ വീണ്ടും നായകനാകുമെന്ന സന്ദേശമാണ് CPM അണികൾക്ക് പിണറായി നൽകുന്നതും. പണം ഞങ്ങൾ തരും. നിലവിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി. 75 വയസ്സ് എന്ന പ്രായപരിധി പിന്നിട്ടതിനാൽ പിണറായിക്ക് PBയിലെ സ്ഥാനം ഒഴിയേണ്ടതുണ്ട്. എന്നാൽ പിണറായിക്ക് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്ര നേതൃയോഗങ്ങളിൽ ചർച്ചയാക്കും. ഈ ആവശ്യം പാർട്ടി അംഗീകരിക്കാനാണ് സാധ്യത. അതിനുശേഷം നിയമസഭയിലേക്ക് വീണ്ടും മത്സരിക്കും. ധർമ്മടത്ത് അൻവർ നടത്തിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ സന്നദ്ധനാണ് താനെന്ന സന്ദേശം CPM നേതാക്കൾക്ക് പിണറായി നൽകിക്കഴിഞ്ഞു. ധർമ്മടത്ത് താൻ മത്സരിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് അൻവറിൻ്റെ വെല്ലുവിളി. അൻവറിനെ കേരള രാഷ്ട്രീയത്തിൽ നിശബ്ദനാക്കാൻ ധർമ്മടത്ത് താൻ മത്സരിക്കേണ്ടതുണ്ടെന്ന നിലപാടിലാണ് പിണറായി. ധർമ്മടത്ത് നിന്നും ചരിത്ര ഭൂരിപക്ഷത്തിൽ അൻവറിനെ തോൽപ്പിക്കാനാണ് നീക്കം. അൻവർ വെല്ലുവിളി ഉയർത്തിയ സാഹചര്യത്തിൽ മത്സരിച്ചില്ലെങ്കിൽ അതിനെ ഭയന്നുള്ള പിന്മാറ്റമായി വിലയിരുത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് വൻ മുന്നേറ്റം K സുധാകരൻ ഉണ്ടാക്കിയിരുന്നു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലും ഈ മേഖലയിൽ CPMന് വോട്ട് ചോർച്ചയുണ്ടായി. ഇതെല്ലാം കണ്ടാണ് ധർമ്മടത്തെ മത്സരം അൻവർ ചർച്ചയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ധർമ്മടത്ത് വീണ്ടും പിണറായിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം കണ്ണൂരിലെ പിണറായി അനുകൂലികൾ തന്നെ നടത്തും. കേരളത്തിൽ ഭരണത്തിൽ ഹാട്രിക് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃമാറ്റം തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ ചില CPM കേന്ദ്രങ്ങളിലുണ്ട്. ഇതും പിണറായിക്ക് തുണയാകും. ബംഗാളിൽ CPM തുടർച്ചയായി ഭരണത്തിൽ ഇരുന്നു. അന്ന് മുഖ്യമന്ത്രി ജ്യോതി ബസുവായിരുന്നു. ജ്യോതി ബസുവിനെ മാറ്റി ബുദ്ധദേവ് ഭട്ടാചാര്യ മുഖ്യമന്ത്രിയായതോടെ ബംഗാളിൽ CPMന് അടിതെറ്റി. ജ്യോതി ബസുവിൽ നിന്ന് ബുദ്ധദേവിലേക്കുള്ള മാറ്റം ബംഗാളിലെ ജനത ഉൾക്കൊണ്ടില്ല. ത്രിപുരയിലും ഇപ്പോൾ ഭരണമില്ല. അതുകൊണ്ടുതന്നെ കേരളത്തിലെ ഭരണം CPMന് കൈവിട്ടുകളയാനുമാകില്ല. ഈ സാഹചര്യത്തിൽ പിണറായി ക്യാപ്റ്റനായി തുടരുന്നതാണ് നല്ലതെന്ന വാദം CPMൽ സജീവമാണ്. CPMൽ 75 വയസ്സ് പ്രായപരിധി ഒഴിവാക്കില്ലെന്ന് പോളിറ്റ് ബ്യൂറോ പറയുന്നുണ്ട്. 75 വയസ്സ് പ്രായപരിധി ഒഴിവാക്കണമെന്ന ഭേദഗതി പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയ ചർച്ചയിൽ തള്ളിയിരുന്നു. ഇതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന കമ്മിറ്റികളിൽ നിന്നും 75 കഴിഞ്ഞ നേതാക്കൾ പുറത്താകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 75 വയസ്സ് കഴിഞ്ഞവർ പോളിറ്റ് ബ്യൂറോയിൽ തുടരണമോ എന്നത് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നായിരുന്നു ആ യോഗ തീരുമാനം. നിലവിൽ പിണറായിയെ കൂടാതെ പോളിറ്റ് ബ്യൂറോയിലുള്ള നിരവധി നേതാക്കൾ പ്രായപരിധി പിന്നിട്ടവരാണ്. 17 അംഗ PBയിൽ 7 പേർ 75 വയസ്സ് കഴിഞ്ഞവരാണ്. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, സുർജയകാന്ത് മിശ്ര, G രാമകൃഷ്ണൻ, സുഭാഷിണി അലി എന്നിവർക്ക് 75 വയസ്സ് പൂർത്തിയായി. കഴിഞ്ഞ സമ്മേളന കാലത്താണ് CPM 75 പ്രായപരിധി നടപ്പാക്കിയത്. എന്നാൽ പ്രായപരിധിയിൽ പാർട്ടിക്കുള്ളിൽ വ്യത്യസ്താഭിപ്രായങ്ങളുണ്ട്. കമ്മിറ്റിക്കുള്ളിൽ അനുഭവസമ്പത്തുള്ളവർ വേണമെന്നാണ് എതിർക്കുന്നവരുടെ വാദം. പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മുൻ മന്ത്രി G സുധാകരൻ പാർട്ടി പ്രവർത്തനത്തിന് പ്രായപരിധി നിർബന്ധമാക്കരുതെന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. കേരളത്തിൽ പിണറായി മാറിയാൽ അതേ കരുത്തുള്ള നേതാവിനെ ഉയർത്തിക്കാട്ടാൻ പകരമില്ല. കോടിയേരി ബാലകൃഷ്ണൻ്റെ അപ്രതീക്ഷിത വിയോഗമാണ് ഈ നേതൃപ്രശ്നം CPMലുണ്ടാക്കിയത്. പിണറായിയുടെ സ്വാഭാവിക പകരക്കാരൻ എന്ന് ഏവരും കരുതിയത് കോടിയേരിയെയാണ്.
ഈ സാഹചര്യത്തിൽ കരുത്തനായ പടത്തലവനില്ലാതെ മത്സരിച്ചാൽ 2026 ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടാൻ ബുദ്ധിമുട്ടുകൾ ഏറെയാണ്. അതുകൊണ്ട് മികച്ച ഭരണമാണ് പിണറായിയുടെ നേതൃത്വത്തിലെന്ന സന്ദേശം അടുത്ത തിരഞ്ഞെടുപ്പിൽ പിണറായി തന്നെ നയിക്കണമെന്ന വാദമാണ് CPM-ൽ മുൻതൂക്കം നേടുന്നതത്രേ. പാർട്ടി സമ്മേളനത്തിലും പിണറായി സജീവമാണ്. ആലപ്പുഴയിലെ സമ്മേളനത്തിൽ താരമായതും എല്ലാം നിയന്ത്രിച്ചതും പിണറായി നേരിട്ടാണ്. ഇനിയുള്ള ജില്ലാ സമ്മേളനത്തിലും പിണറായി നിറയും. സംസ്ഥാന സമ്മേളനത്തിലും തനിക്ക് അനിഷ്ടമായതൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അതിനുശേഷമാകും കേന്ദ്രത്തിൽ നിന്നും പ്രായപരിധിയിൽ ഇളവ് ഉറപ്പാക്കുക. CPM ദേശീയ നേതൃത്വത്തിന് പഴയ കരുത്ത് ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ പിണറായി തന്നെയാകണം അടുത്ത തിരഞ്ഞെടുപ്പും നയിക്കേണ്ടതെന്ന തീരുമാനം കേരള പാർട്ടി എടുത്താൽ അത് ഡൽഹി നേതൃത്വവും അംഗീകരിക്കും. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.